3 ദിവസം കൊണ്ട് നമുക്ക് വീട്ടിനകത്ത് സ്മെല്ല. അപ്പൊ നമ്മളിത് ശ്രദ്ധിക്കുന്നില്ല. മേളിൽ നിന്ന് നോക്കിയപ്പോഴാണ് രാത്രി 11 മണി സ്മെല്ല് എവിടുന്ന് വരും നോക്കിയപ്പോഴാണ് ഇവിടുന്ന് ഓസടിച്ച് കണ്ടത്തിലോട്ട് മലിനീകരണം തള്ളുന്ന കണ്ടുകൊണ്ട് നമ്മൾ ഇറങ്ങി വന്നു നമ്മൾ പോലീസിനെ വിളിച്ചു. അപ്പൊ അൻവർ ഇവിടെ ഉണ്ടായിരുന്നു. അൻവറിന്റെ കാറും എല്ലാം സെറ്റപ്പ് ആയിട്ടാണ് വന്നത്. അതിന്റെ മുതലാളി ഇതിന്റെ ബിൽഡിങ്ങിന് ഓർഡർ മുതലാളി. എന്നിട്ട് അവന് നമ്മളെ കണ്ടുകൊണ്ട് ഇവൻ അങ്ങ് ഓടി. അൻവർ അങ്ങ് ഓടി അങ്ങ് പോയി കഴിഞ്ഞാൽ പോലീസ് വരുമ്പോൾ പറഞ്ഞു പരാതി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറ് ഞാൻ പരാതിയും തന്നതാണ്. പന്തളം പോലീസ് സ്റ്റേഷനിൽ പരാതി തന്നു, പിന്നെ പന്തളം മുനിസിപ്പാലിറ്റി പരാതി തന്നു. ഇതൊന്നും ആരും ചെയ്തില്ല. ശുചിമുറി മാലിന്യം വയലിലേക്ക് ഒഴുക്കിവിട്ട ഫ്ളാറ്റ് ഉടമയുടെ നടപടിക്കെതിരെ പ്രദേശവാസികൾ. പന്തളം കടയ്ക്കാട് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഫ്ളാറ്റിലെ ശുചിമുറി മാലിന്യ ടാങ്കിൽ നിന്നുമാണ് മാലിന്യം മോട്ടോർ ഉപയോഗിച്ച് സമീപത്തുള്ള വയലിലേക്ക് ഞായറാഴ്ച രാത്രിയിൽ ഒഴുക്കിവിട്ടത്. അതിരൂക്ഷഗന്ധം അനുഭവപ്പെട്ടതോടെ നാട്ടുകാർ സംഘടിക്കുകയായിരുന്നു. സംഘടിച്ചെത്തിയ സമീപവാസികൾ പോലീസിനെ വിളിച്ചതോടെ ഫ്ളാറ്റ് ഉടമസ്ഥന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ഓടി രക്ഷപ്പെട്ടു. കടയ്ക്കാട് സ്വദേശി അൻവർ ഹുസൈന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഫ്ളാറ്റ്. ഹെൽത്ത് സെന്ററിന് സമീപത്തുള്ള ഫ്ളാറ്റിൽ നിന്നും ശുചിമുറി മാലിന്യം വയലിലേക്ക് ഒഴുക്കിയത് ഇപ്പോൾ ഹെൽത്ത് സെന്ററിന് സമീപത്തുള്ള ഓടയിലേക്ക് ഒഴുകുകയാണ്. ഇത് ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും ഏറെ ബുദ്ധിമുട്ടാകും. സംഭവം അറിഞ്ഞ നഗരസഭ ആരോഗ്യ വിഭാഗം സ്ഥലത്ത് പരിശോധനകൾ നടത്തി. 100 കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ താമസിക്കുന്നത്. മാലിന്യ ടാങ്ക് നിറഞ്ഞതിനെ തുടർന്നാണ് മോട്ടോർ ഉപയോഗിച്ച് മാലിന്യം വയലിലേക്ക് അടിച്ചു കളഞ്ഞത്. ഇത് ഫ്ളാറ്റ് ഉടമയുടെ സ്ഥിരം നടപടിയാണെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പന്തളം.